നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അതേപോലെ ഫേസ്ബുക്കിലൊക്കെ റീൽസ് കാണുന്ന സമയത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണത്. അപ്പോൾ ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതാണ് ബോക്സ്. ഓക്കെ, സാധനം കണ്ടോ കേട്ടോ. സംഭവം അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തുറന്ന് കാണാം. ഓക്കെ, ഇത് ഈ പ്രോഡക്റ്റ് ഇട്ട് വയ്ക്കുന്ന കേസാണ്. ഇതാണ് പ്രോഡക്റ്റ്. ഇതിനിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഇതാവുന്നില്ലടാ. തുറക്കുന്നില്ല കേട്ടോ. സംഭവം പാളിയെന്ന് എനിക്ക് തോന്നുന്നത്. ചതി. അപ്പോൾ ഇതാണ് ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചാലുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് തുറന്നു വരുന്നതാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിരുന്നു. അപ്പം സേഫ്റ്റി സെൽഫ് ഡിഫെൻസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ അതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ നാക്കുമ്പോഴേക്ക് ഫുള്ളായിട്ട് തുറന്നു വരും. പക്ഷേ ഈ സാധനം ഇത്രയേ വന്നുള്ളൂ. ഇനി ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തവിടെ ഇല്ല. സംഭവം നൈസായിട്ട് പാളി. അപ്പോൾ ഇത്രയും ഓൺലൈൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വെറുതെ ഇങ്ങനെ ആവാൻ നിൽക്കണ്ട. പക്ഷേ ഇതെന്നാലും യൂസ് ചെയ്യാവുന്ന സാധനം തന്നെയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. സാധനം വന്നു. ഇതാണ് സാധനം. പക്ഷേ ചെറിയൊരിളക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള സെൽഫ് ഡിഫെൻസിന് പറ്റിയ ഒരു സാധനം തന്നെയാണ്. നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഈ ഒരു സൈഡ് ഒരു ഇത്തിരി പരന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇത്തിരി കൂടെ വെയിറ്റും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാറിലൊക്കെ വെക്കാൻ പറ്റിയ സാധനമാണ്. അപ്പം നീണ്ട പരീക്ഷണത്തിന് ശേഷം സാധനം പുറത്ത് വന്നു കേട്ടോ. വന്നില്ല. അപ്പം നീണ്ട പരീക്ഷണത്തിന് ശേഷം സാധനം പുറത്ത് വന്നു. അപ്പം നിന്നിട്ട് ചെയ്തപ്പോൾ ഈ ഇരുന്നിട്ട് ചിലപ്പോൾ ഈ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നതിനായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. വരുന്നില്ല. അപ്പം നിന്നിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇരുന്നിട്ട് ഈ സാധനം വർക്കൗട്ട് അല്ലെന്ന് മനസ്സിലായി. സാധനം എന്താ എത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കാനുള്ളൊരു ചെറിയൊരു കവറും കൂടെ തന്നെ. ഇത് കവർ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ, ക്യൂട്ടായിട്ട് നിൽക്കും, ഭയങ്കര ഒതുങ്ങിയിട്ട്. നമുക്കിവിടെ ഇങ്ങനെ ക്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അടിപൊളിയായ സംഭവം, എനിക്കിഷ്ടപ്പെട്ടു. അതിന് നമുക്കിത് ബെൽറ്റിനകത്ത് ഇടാൻ വേണ്ടി ചെറിയൊരു ഹോളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കത് ക്യാരി ചെയ്യാനും സൗകര്യമാണ്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ സിംഗിളായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഈ ഒരു ലെങ്ത് ഉണ്ട് ടോട്ടൽ. നമ്മുടെ ശരിക്കൊരു കൈയിൻ്റെ ലെങ്ത് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന, അതേ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ട്രക്കിങ്ങിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാഗിലൊന്നും വെച്ച് ക്യാരി ചെയ്യേണ്ട, വലിയ ആയുധങ്ങളൊന്നും കൊണ്ട് നടക്കണ്ട. ഇത് ജസ്റ്റ് നമ്മുടെ ബെൽറ്റിനകത്ത് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് നമുക്ക് നേരെ കൊണ്ട് നടക്കാവുന്ന കേസുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ബെൽറ്റിനകത്ത് തന്നെ നമ്മൾ ഈ പോലീസ് ഗണ്ണൊക്കെ എടുക്കുന്ന പോലെ നൈസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് വെച്ചത്. ഇരുന്നിട്ട് കാര്യം ശരിയാവില്ല, നിന്നിട്ട് തന്നെ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഇത്തരം ആഡ്സ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട് കാണുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചു വെക്കുക. നല്ലൊരു സെൽഫ് ഡിഫെൻസ് ടൂളും കൂടിയാണത്. അപ്പോൾ നമ്മൾ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരു ആഡ് കണ്ട സമയത്ത് വാങ്ങിച്ചു നോക്കി. അപ്പം ഇത് എന്താണ് പ്രോഡക്റ്റ്, ഇതിന് ഈ പറയുന്ന അത്ര വലിയ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. കാരണം ഈ ആഡിനകത്ത് രണ്ട് സാധനങ്ങൾ കാണാണ്ട്, ഒരു ലോക്കലായിട്ടുള്ളതും നമ്മൾ നോർമൽ കടയിൽ കിട്ടുന്നതും പിന്നെ ഇവരുടെ ഈ പ്രോഡക്റ്റും. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റാണ്.
ഇത് മെയ്ഡ് ഇൻ ചൈനയാണെന്ന് തോന്നുന്നു, കാരണം ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചൈനീസിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോ. അപ്പം ഇങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം.